നമസ്കാരം, ഞാൻ ഡോക്ടർ നിത വർഗീസ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു സൂപ്പർ ഫുഡായ ആൽമണ്ട് അഥവാ ബദാമിനെ കുറിച്ചാണ്. ബദാമിൽ ഏതെല്ലാം പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നു, പതിവായി നാം ബദാം ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്തെല്ലാം, എപ്പോൾ കഴിക്കണം, എങ്ങനെ കഴിക്കണം, എത്ര അളവിൽ കഴിക്കണം, ഏത് രീതിയിൽ കഴിക്കുമ്പോഴാണ് നമുക്ക് ഈ പോഷകങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നത്, ആർക്കൊക്കെ അമിതമായിട്ട് കഴിച്ചുകൂടാ, അല്ലെങ്കിൽ എന്തൊക്കെ ദോഷങ്ങൾ, അധികമായി കഴിച്ചാൽ എന്തൊക്കെ ദോഷങ്ങൾ ഉണ്ടാകും, ഇതിനെയൊക്കെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾ കിട്ടുവാനായിട്ട് ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ മുഴുവൻ കണ്ട ശേഷം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ഇനി നമുക്ക് ഇതിൽ ഏതെല്ലാം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. ബദാമിൽ ധാരാളമായിട്ട് പ്രോട്ടീൻ, ആരോഗ്യകരമായ കൊഴുപ്പുകൾ, ഫൈബേഴ്സ്, വൈറ്റമിൻ ഇ, മഗ്നീഷ്യം, സിങ്ക്, ഫോസ്ഫറസ്, അയൺ തുടങ്ങിയ ധാരാളം പോഷക ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബദാമിനെ ബ്രെയിൻ ഫുഡ് എന്നാണ് വിളിക്കുന്നത്. ഇനി നമുക്ക് പതിവായിട്ട് ബദാം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം. ഒന്നാമതായിട്ട് നമ്മുടെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. പണ്ട് മുതലേ കുട്ടികൾക്കും അതുപോലെ ബുദ്ധിപരമായ ജോലികൾ ചെയ്യുന്നവർക്കൊക്കെ ബദാം കൊടുക്കുന്ന പതിവുണ്ട്. കാരണം ഇതിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ ബ്രെയിൻ സെൽസിന് പോഷണം നൽകുകയും നമുക്ക് ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും അതുപോലെ ഏകാഗ്രതയും ഒക്കെ വർദ്ധിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. ഇതിൽ ധാരാളമായിട്ട് ആരോഗ്യകരമായ കൊഴുപ്പുകൾ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഹൃദയാരോഗ്യത്തിന് വളരെ മെച്ചപ്പെട്ട ഒന്നാണ്. നല്ല കൊളസ്ട്രോളിനെ കൂട്ടുകയും ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുകയും അതുപോലെ ഹൃദയത്തിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുകയും ഹൃദ്രോഗങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കുകയും ചെയ്യുന്നു. മൂന്നാമതായിട്ട് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. ഇതിൽ ധാരാളമായിട്ട് ആന്റി ഓക്സിഡൻസുകൾ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസിനെയൊക്കെ നശിപ്പിച്ച് കളയാൻ ഇതിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡൻസ് നമ്മെ സഹായിക്കുന്നു. അടുത്ത ആരോഗ്യ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലുകളെയും പല്ലുകളെയും ശക്തമാക്കുന്നു. ബദാമിൽ ധാരാളമായിട്ട് കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ് ഇവ ഉള്ളതിനാൽ നമ്മുടെ എല്ലുകളെയും പല്ലുകളുടെയും ആരോഗ്യത്തെ നിലനിർത്താൻ സഹായിക്കുന്നു. അവ ശക്തിപ്പെടുത്താനും സഹായിക്കുന്നു. അതുപോലെ നമ്മുടെ ചർമ്മത്തിന് സൗന്ദര്യം നൽകുന്നതിൽ ബദാമിന് നല്ലൊരു പങ്കുണ്ട്. ബദാമിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഇ ശക്തമായ ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. ഇത് നമ്മുടെ ചർമ്മത്തെ സംരക്ഷിക്കുകയും പ്രായാധിക്യത്തെ ലക്ഷണങ്ങളെയൊക്കെ കുറയ്ക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് സ്ഥിരമായിട്ട് ബദാം ഉപയോഗിക്കുന്നവർക്ക് ചർമ്മത്തിന് ഒരു ഭംഗിയും മൃദുത്വവും ഉണ്ടാകും. അതുപോലെ ഇത് മുടിക്കും വളരെ നല്ലതാണ്. വൈറ്റമിൻ ഇ കൂടുതലായിട്ടുള്ളതിനാൽ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും അതുപോലെ മുടി നന്നായിട്ട് വളരാനും ഇത് സഹായിക്കുന്നു. അടുത്ത ആരോഗ്യ ഗുണം എന്താണ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ ബലം വർദ്ധിപ്പിക്കുന്നു. ആയുർവേദത്തിൽ ബദാമിനെ ബല്യദ്രവ്യമായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ശരീരത്തിന് ബലം നൽകുന്ന ഒരു ദ്രവ്യമായിട്ട്. ശരീരബലം ആഗ്രഹിക്കുന്നവർക്കും ക്ഷീണം അനുഭവിക്കുന്നവർക്കും രോഗം വന്ന ശേഷം ആരോഗ്യം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ബദാം നല്ലൊരു ഉപായം തന്നെയാണ്. അതുപോലെ നമ്മുടെ ദഹന വ്യവസ്ഥിതി മെച്ചപ്പെടുത്താൻ ബദാമിന് നല്ലൊരു കഴിവുണ്ട്. കാരണം അതിൽ ധാരാളമായിട്ട് ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. മലബന്ധം ഒഴിവാക്കാനും നന്നായി മലശോധന ഉണ്ടാകുവാനും ബദാം സഹായിക്കും. ദഹനം നല്ല രീതിയിൽ മെച്ചപ്പെടുത്താനും ബദാം സഹായിക്കും. അതുപോലെ ശരീരഭാരം നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു കാര്യമാണ് ബദാം. കാരണം ഇതിൽ ഫൈബേഴ്സ് കൂടുതൽ അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മളത് കുറച്ച് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് നിറഞ്ഞതായിട്ട് തോന്നും. അപ്പോൾ അധിക ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന് നമ്മളെ രക്ഷിക്കും. അങ്ങനെ നമ്മുടെ ശരീരഭാരം നിയന്ത്രിക്കാനും ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കും. അതുപോലെ പ്രമേഹത്തിന് വളരെ നല്ലതാണ് ബദാം. പ്രമേഹം നിയന്ത്രിക്കുന്നതിൽ ഒരു പങ്കുണ്ട്. മിതമായ അളവിൽ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനായിട്ട് ബദാമിനൊരു കഴിവുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ പതിവായിട്ട് ബദാം കഴിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആരോഗ്യ ഗുണങ്ങൾ. ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ബദാമിന്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ബദാമിന് മധുരരസമാണ്,
മധുര വിഭാഗമാണ്, ഉഷ്ണവീര്യമാണ്, ഗുരുസ്നിഗ്ധ ഗുണമാണ്. ഇത് വാതദോഷത്തെ ശമിപ്പിക്കുന്നു, ശരീരബലത്തെ നൽകുന്നു, ശരീരപുഷ്ടി അതായത് ധാതുപുഷ്ടിയും നൽകുന്ന ഒന്നാണ്. അതുപോലെ ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത് ബദാം ബല്യമാണ്, അതായത് ശരീരബലം നൽകുന്നു. അതുപോലെ വൃഷ്യമാണ്, പ്രജനന ശക്തി വർദ്ധിപ്പിക്കുന്നു. മേധ്യമാണ്, ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നു. അതുപോലെ ബ്രഹ്മണമാണ്, ശരീരപുഷ്ടി നൽകുന്നു. എങ്ങനെ കഴിക്കുമ്പോഴാണ് ശരീരത്തിന് കൂടുതൽ ഗുണങ്ങൾ കിട്ടുന്നത് എന്ന് നോക്കാം. രാത്രിയിൽ 5 മുതൽ 10 ബദാം വെള്ളത്തിൽ ഇട്ട് കുതിർക്കുക. പിറ്റേന്ന് രാവിലെ തൊലി കളഞ്ഞിട്ട് കഴിക്കുക. ഇപ്പൊ ചിലർ പറയുന്നുണ്ട് തൊലി കളയാതെയും കഴിക്കാമെന്ന്. പക്ഷേ തൊലി കളഞ്ഞിട്ട് കഴിക്കും, അതിലാണ് കൂടുതൽ ഫൈറ്റിക് ആസിഡ് ഉണ്ടാകും. അത് കൂടുതലായിട്ട് ചെന്നാൽ നമ്മുടെ മറ്റു പോഷകങ്ങൾ ആഗിരണം ചെയ്യാൻ ഒരു തടസ്സമുണ്ടാകും. അതിനാൽ തൊലി കളഞ്ഞു കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പെട്ടെന്ന് ഡൈജഷൻ നടക്കാനും കൂടുതൽ പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാനും ഏറ്റവും എളുപ്പം ഇങ്ങനെ കഴിക്കുന്നതാണ്. ചിലർ പാലിൽ അരച്ച് കഴിക്കുന്നവരുണ്ട്. ഇതും ശരീരത്തിന് നല്ല ബലവർദ്ധകമാണ്. ഇനി എത്ര അളവിൽ കഴിക്കണം എന്ന് നോക്കാം. കുട്ടികളാണെങ്കിൽ 2 മുതൽ 5 ബദാം കഴിച്ചാൽ മാത്രം മതി. മുതിർന്നവർക്ക് 5 മുതൽ 10 എണ്ണം. ഇനി കായിക താരങ്ങൾക്കൊക്കെ 10 മുതൽ 15 എണ്ണം ഉപയോഗിക്കാം. അത് ആവശ്യാനുസരണം കഴിക്കാവുന്നതാണ്. അത് കൂടുതൽ എനർജി വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. പക്ഷേ അളവിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് മിതമായ അളവിൽ കഴിക്കുമ്പോഴാണ് കൂടുതൽ പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നത്. അപ്പൊ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. ബദാം കഴിക്കാൻ ഏറ്റവും നല്ല സമയം ഏതാണ് എന്ന് പലരും ചോദിക്കാറുണ്ട്. അതിൽ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് രാവിലെ വെറും വയറ്റിലോ അല്ലെങ്കിൽ പ്രഭാത ഭക്ഷണത്തോടൊപ്പമോ കഴിക്കാം. വൈകുന്നേരം ചെറിയ സ്നാക്കായിട്ട് കഴിക്കാം. അതുപോലെ വ്യായാമം ചെയ്യുന്നവരാണെങ്കിൽ വ്യായാമം ചെയ്യുന്നതിന് അരമണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ ശേഷമോ കഴിക്കാവുന്നതാണ്. ഇനി ശരീരഭാരം നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം നമുക്ക് ലഞ്ചിനും ഡിന്നറിനും തൊട്ടു മുമ്പ് അരമണിക്കൂർ മുമ്പ് ഈ വെള്ളത്തിലിട്ട് കുതിർന്ന ബദാം 5 മുതൽ 10 എണ്ണം കഴിക്കാവുന്നതാണ്. ഇത് കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ വയറ് നിറഞ്ഞതായി തോന്നും. അധികം ഭക്ഷണം പിന്നെ കഴിക്കാൻ തോന്നില്ല. അങ്ങനെ ശരീരഭാരം നിയന്ത്രിക്കാനും സാധിക്കും. ഇനി ആർക്കൊക്കെ ഇത് കഴിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ സീഡിന്റെ അലർജി ഉള്ളവര്, അതുപോലെ ബദാം മിൽക്കിനൊക്കെ അലർജി ഉള്ളവർക്ക് ഇത് കഴിക്കാൻ പാടില്ല. അതുപോലെ ഡൈജസ്റ്റീവ് ഫയർ അതായത് ദഹനശക്തി വളരെ കുറഞ്ഞവരുണ്ടാകുമല്ലോ, വളരെ കുറഞ്ഞവർക്കും ഇത് കഴിക്കാൻ പാടില്ല. IBS പോലെയുള്ള രോഗമുള്ളവർക്കും, അതായത് എന്ത് കഴിച്ചാലും ദഹിക്കാതെ പോകുന്ന അത്രയും ദഹനശക്തി കുറഞ്ഞവർക്ക് ഇത് കഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ ശരീരഭാരം നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവര് ഇത് കഴിക്കുമ്പോൾ കൂടുതൽ അമിതമായിട്ട് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ വൃക്ക രോഗമുള്ളവര്, അത് കാരണം ഇതിൽ ധാരാളം മിനറൽസ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട് എന്നൊക്കെ ആദ്യമേ തന്നെ പറഞ്ഞു. അപ്പൊ ഈ മിനറൽസ് ഒക്കെ അതിന്റെ അളവ് നിയന്ത്രിക്കണമെന്ന് ഡോക്ടർമാർ പ്രത്യേകം പറഞ്ഞിട്ടുള്ള കിഡ്നി പേഷ്യൻസ്, വൃക്ക രോഗികൾ കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അമിതമായിട്ട് കഴിച്ചാൽ, കൂടുതൽ ഗുണങ്ങൾ കിട്ടട്ടെ എന്ന് കരുതി അമിതമായിട്ട് കഴിച്ചാൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം. വയറുവേദന, വയറിളക്കം അല്ലെങ്കിൽ വയറിന് വീക്കം വരിക, ഗ്യാസ് ട്രബിൾ വരിക, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അങ്ങനെ വരാം. ചിലർക്ക് ഛർദിയും ഓക്കാനൊക്കെ വരാം. അതുപോലെ കാലറി കൂടുതലായതുകൊണ്ട് തന്നെ അധികം കഴിച്ചാൽ ശരീരഭാരം കൂടും. ഇതുപോലെ പിത്തകോപവും, അതായത് വാതപിത്ത കഫങ്ങളിൽ പിത്തപ്രകോപവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അമിതമായിട്ട് ബദാമിന്റെ കാര്യങ്ങൾ കഴിച്ചാൽ. നമ്മുടെ ആരോഗ്യത്തിന് പ്രകൃതി നൽകിയ ഏറ്റവും നല്ല സമ്മാനമാണ് ബദാം. അതിനാൽ പതിവായി ബദാം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ആയുർവേദം പറയുന്നത് പോലെ ശരിയായ ഭക്ഷണം തന്നെ ഏറ്റവും നല്ല ഔഷധമാണ്. അതിനാൽ മിതമായ അളവിൽ ശരിയായ രീതിയിൽ ബദാം നമുക്ക് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തി ആരോഗ്യത്തിലേക്ക് മുന്നേറാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.